പള്ളി തർക്കത്തിൽ ഓർത്തഡോക്സ് സഭ സമവായത്തിലേക്ക് നീങ്ങുന്നുവെന്ന സൂചന. കത്തോലിക്ക ബാവയുടെ സമാധാന ആഹ്വാനത്തെ ഓർത്തഡോക്സ് മെത്രാപ്പൊലീത്തമാർ പിന്തുണച്ചു. ഓർത്തഡോക്സ് സഭയുടെ നിർണായക യോഗങ്ങൾ ഇന്ന് ചേരും. ഞങ്ങൾ മെത്രാന്മാരോ പരിശുദ്ധ ബാവായോ തീരുമാനിച്ചാൽ മാറ്റാവുന്ന ഒന്നല്ല 1934 ഭരണഘടന. അത് കാലാകാലങ്ങളിൽ രണ്ടു കൂട്ടരും അംഗീകരിച്ച് സുപ്രീം കോടതിയുടെ ആവശ്യാനുസരണം ഭേദഗതി ചെയ്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉറപ്പിച്ചതാണ്. അത് അംഗീകരിക്കണം. നമ്മൾ നിയമം അനുസരിക്കുന്ന നല്ല മക്കളാകണം. പക്ഷേ സമാധാനത്തിനുള്ള ആഗ്രഹവും അഭിവാഞ്ചയും നമുക്ക് ഒരുമിച്ചുണ്ടാകണം. നിലവിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന പള്ളികളിൽ 3 അങ്കമാലി മെത്രാസനത്തിലെ പള്ളികളാണ്. ആരെയും അവിടെ നിന്ന് ഒഴിവാക്കുവാൻ നാം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഇടയൻ എന്ന നിലയിൽ നാം ഒന്നായിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ എല്ലാവരും ഒരുമിച്ച് വരണമെന്ന് നമുക്ക് അതിയായ ആഗ്രഹവുമുണ്ട്. അതിൻ്റെ വ്യവസ്ഥാപിതമായ നിയമവഴികൾ നമുക്ക് തള്ളിക്കളയുവാൻ സാധിക്കുന്ന. ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുകയാണ് കോട്ടയത്ത് നിന്ന്. ടോബി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും ഓർത്തഡോക്സ് സഭ ഈ ഒരു പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് കാതോലിക്ക ബാവ ഇന്നലെ പെരുമ്പാവൂരിൽ ചില പ്രസംഗങ്ങൾ നടത്തിയത്. അതായത് ഈ തർക്കം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടക്കുന്നതാണ്. അത് മലങ്കര മക്കളെല്ലാം ഒന്നിക്കണം, അതുകൊണ്ട് തന്നെ ഒരു ഐക്യത്തിൻ്റെ സാധ്യതയിലേക്ക് ഇനി പോകണമെന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അതിനെ പിന്തുണച്ചുകൊണ്ടാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിലെ മറ്റ് മെത്രാന്മാരും ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത്. അതായത് സഭയിലെ പ്രശ്നം അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള ഒരു ഐക്യത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്ത് അവർ മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നൊരു നിർണായക യോഗം ചേരുന്നുണ്ട്. സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം അനുകൂലമായിട്ടുള്ളൊരു വിധി ഓർത്തഡോക്സ് സഭയ്ക്ക് ലഭിച്ചു. ഈ വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അത്. അതിനുശേഷമാണ് ഈ ഒരു പ്രതികരണം വരുന്നത് എന്നതും കൂടി ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ യാക്കോബായ വിഭാഗത്തിൻ്റെ നിലപാട് എന്താണെന്നാണ് ഇനി അറിയേണ്ടത്. ഇന്ന് ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ നിർണായക യോഗങ്ങൾ ദേവലോകത്ത് ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഈ ഐക്യം സംബന്ധിച്ചുള്ള കത്തോലിക്ക ബാവയുടെ നിലപാടുകൾ വിശദമായിട്ടുള്ള ചർച്ച ചെയ്യും. അതിനുശേഷം ചില പ്രതികരണങ്ങൾ വന്നേക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പാത്രിയാർക്കീസ് ബാവ നാളെ കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാക്കോബായ വിഭാഗം എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഓർത്തഡോക്സ് വിഭാഗം കാത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഐക്യ ചർച്ചകളെക്കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴുമെല്ലാം, ഐക്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴുമെല്ലാം 1934 ഭരണഘടന അംഗീകരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഈ സുപ്രീം കോടതി വിധിയെ യാക്കോബായ വിഭാഗം അംഗീകരിച്ചുകൊണ്ട് ഒരു ഐക്യത്തിലേക്ക് പോകാനാണ് ഓർത്തഡോക്സ് വിഭാഗം ആലോചിക്കുന്നത്. അത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. ഈ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതും ഒപ്പം തന്നെ ഈ 1934 ആ ഭരണഘടനയെ അംഗീകരിക്കുകയും ചെയ്യുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് യാക്കോബായ വിഭാഗത്തിൻ്റെ നിലപാടുകൾ നിർണായകമാകുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രശ്നപരിഹാരത്തിന് സർക്കാർ കൂടി മുൻകൈ എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ ഒരു വലിയ പ്രശ്നത്തിന് മലങ്കര സഭയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ല, ഈ ഭരണഘടനയുടെ 1934 ഭരണഘടന പ്രകാരം ഒരു ഐക്യത്തിന് തയ്യാറാകാതെ അല്ലെങ്കിൽ സുപ്രീം കോടതി വിധി അംഗീകരിക്കാതെ മുന്നോട്ട് പോകുകയും യാക്കോബായ വിഭാഗം കടുത്ത നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഐക്യ സാധ്യതകളൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. SKN.